ബയോപിക്കുകൾക്ക് ഹോളിവുഡിൽ ഒരു പഞ്ഞവുമില്ല. യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയെടുത്ത സിനിമകളേക്കാൾ ഞാൻ വീഡിയോയിൽ പ്രാധാന്യം നൽകിയത് ഒരു വ്യക്തിയെക്കുറിച്ചുള്ള സിനിമകൾക്കാണ്. വീഡിയോയുടെ അവസാനം 10 ബോണസ് സിനിമകളുമുണ്ട്. 20ാം സ്ഥാനത്തുള്ളത് 127 അവേഴ്സ്. ആരോൺ റാൾസ്റ്റൺ എന്ന ഹൈക്കറിന്റെ ജീവിതത്തിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയാണ് 127 അവേഴ്സ് എന്ന സിനിമ. ആരോൺ ഹൈക്കിംഗ് ചെയ്യാൻ വേണ്ടി യൂട്ട എന്ന സ്ഥലത്തെ പാറക്കെട്ടുകളിൽ എത്തുന്നു. എന്നാൽ അവിടെ വെച്ച് നടക്കുന്ന ഒരു അപകടത്തിൽ ആരോണിന്റെ കൈ 2 പാറക്കെട്ടുകൾക്കിടയിൽ പെടുന്നു. ഒന്ന് അനങ്ങാൻ പോലും ആകാതെ അയാൾ ദിവസങ്ങൾ കുടുങ്ങിക്കിടക്കുന്നു. കയ്യിലൊരു ബാഗും കുറച്ച് വെള്ളവും ഹൈക്കിംഗ് ഗിയറും മാത്രം. അവിടെ നിന്ന് രക്ഷപ്പെടാൻ അയാൾ ചെയ്യുന്ന സാഹസങ്ങളാണ് പിന്നീട് സിനിമയിൽ. ഒരു ബയോപിക് എന്നതിലുപരി ഒരു നല്ല സർവൈവൽ ഡ്രാമ കൂടിയാണ് ഈ സിനിമ. ജെയിംസ് ഫ്രാങ്കോയാണ് ആരോൺ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. 19ാം സ്ഥാനത്തുള്ളത് മോളീസ് ഗെയിം. മോളി ബ്ലൂം എന്നൊരു പ്രൊഫഷണൽ സ്കീയർ ഒരു ആക്സിഡന്റിന് ശേഷം തന്റെ ഒളിമ്പിക്സ് കരിയർ അവസാനിപ്പിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് ഒരു പോക്കർ ഗെയിമിൽ വെയിറ്റ്രസ് ആയി പോകുന്നത്. തുടർന്ന് അവിടെ വരുന്ന ആൾക്കാരുമായി ബന്ധം സ്ഥാപിച്ച് മോളി സ്വന്തമായി പോക്കർ നടത്താൻ തുടങ്ങുന്നു. മോളിയുടെ അടുത്ത് വരുന്നവരെല്ലാം VVIPകളാണ്, സിനിമാ താരങ്ങൾ, ബിസിനസ്മാൻ തുടങ്ങിയവർ. പക്ഷേ വൈകാതെ FBI മോളിയുടെ പിന്നാലെ കൂടുന്നു. തുടർന്ന് നടക്കുന്ന സംഭവങ്ങളാണ് സിനിമയിലെ കഥ. മോളി ബ്ലൂം ലോകത്തിലെ ഏറ്റവും എക്സ്ക്ലൂസീവ് ഹൈസ്റ്റേക്ക് പോക്കറാണ് നടത്തിയിരുന്നത്. ഈ സിനിമ ഡ്രാമയിൽ നിന്ന് മാറി നല്ലൊരു ക്രൈം ത്രില്ലർ പോലെയാണ് മുന്നോട്ട് പോകുന്നത്. അതിനാൽ ബയോപിക് ഇഷ്ടമില്ലാത്തവർക്കും കാണാം. 18ാമതുള്ളത് ക്ലിന്റ് ഈസ്റ്റ്വുഡ് സംവിധാനം ചെയ്ത അമേരിക്കൻ സ്നൈപ്പർ. ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്ന അമേരിക്കയിലെ ഒരു സ്നൈപ്പറാണ് ക്രിസ് കൈൽ. അയാൾ തന്റെ ആർമി ജീവിതത്തിൽ ഇറാഖിൽ നേരിട്ട അനുഭവങ്ങളും അത് അയാളുടെ വ്യക്തി ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നതുമാണ് കഥ. ക്രിസിന്റെ വിരൽത്തുമ്പിലാണ് പലരുടെയും ജീവൻ. ഒരാളെ കൊല്ലണോ വേണ്ടയോ എന്ന് സെക്കൻഡുകൾ കൊണ്ട് തീരുമാനിക്കണം. ഇതുപോലെ അങ്ങേയറ്റം പ്രഷറിലൂടെയാണ് ക്രിസ് ദിവസവും കടന്നു പോകുന്നത്. 255 പേരെ ക്രിസ് കൊന്നിട്ടുണ്ട് എന്നാണ് കണക്ക്. ഇത് പിന്നീട് അയാൾക്ക് എന്നും ഒരു പേടി സ്വപ്നമാണ്. ഇത്തരത്തിൽ പട്ടാളക്കാർ നേരിടുന്ന മാനസിക സംഘർഷങ്ങൾ സിനിമ ചർച്ച ചെയ്യുന്നു. 17ാമതുള്ളത് ദ ഏവിയേറ്റർ. മാർട്ടിൻ സ്കോർസേസി സംവിധാനം ചെയ്ത് ലിയനാർഡോ ഡിക്കാപ്രിയോ നായകനായ ചിത്രം. അമേരിക്കയിലെ ഒരു പ്രമുഖ വ്യവസായിയും സിനിമാ നിർമ്മാതാവും എയ്റോപ്ലെയിൻ വിദഗ്ധനുമായ ഹൊവാർഡ് ഹ്യൂഗ്സിന്റെ കഥയാണിത്. അദ്ദേഹം വൻ ചിലവിൽ ഹെൽ ഏഞ്ചൽസ് എന്നൊരു സിനിമ നിർമ്മിക്കുകയും സംവിധാനം ചെയ്യുകയും ചെയ്തു. അത് ഹോളിവുഡിലെ ആദ്യകാല സൗണ്ട് സിനിമകളിൽ ഒന്നായിരുന്നു, അന്നത്തെ ഏറ്റവും ബഡ്ജറ്റുള്ള സിനിമ. ശേഷം അദ്ദേഹം അമേരിക്കയ്ക്ക് വേണ്ടി യുദ്ധവിമാനങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. എന്നാൽ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ അഥവാ OCD അദ്ദേഹത്തിന്റെ ജീവിതം ദുസ്സഹമാക്കി. അണുക്കളെയും വൃത്തിയില്ലായ്മയും പേടിയുള്ള അദ്ദേഹം പിന്നീട് പ്രൊഫഷണൽ ലൈഫിലും പേഴ്സണൽ ലൈഫിലും നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളാണ് സിനിമയിൽ. ഡിക്കാപ്രിയോയുടെ ബെസ്റ്റ് പെർഫോമൻസുകളിലൊന്ന് ഈ സിനിമയിലാണെന്ന് നിസ്സംശയം പറയാം. 16ാം സ്ഥാനത്തുള്ളത് ദ ഡിസാസ്റ്റർ ആർട്ടിസ്റ്റ്. 2003 ഇറങ്ങിയ ദ റൂം എന്ന സിനിമ ഏറ്റവും മോശം സിനിമ എന്ന പേരിൽ പ്രശസ്തി നേടിയ സിനിമയാണ്. ആ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ കാണുക, ചിരിച്ച് മരിക്കാനുള്ള വകയുണ്ട്. സിനിമ എടുക്കാൻ അറിയാത്ത ടോമി സ്വയം നായകനും സംവിധായകനും പ്രൊഡ്യൂസറും ഒക്കെയായി എടുത്ത സിനിമയാണ് ദ റൂം. സിനിമ വൻ പരാജയമായെങ്കിലും പിന്നീട് പലരും യൂട്യൂബിലൊക്കെ തമാശയ്ക്ക് റിവ്യൂ ചെയ്ത് സിനിമ പോപ്പുലറായി. ടോമി ഒരു സെലിബ്രിറ്റിയും. എന്നാൽ ടോമി ആരാണെന്നോ എവിടെ നിന്ന് വന്നെന്നോ ഇത്രയും കാശ് എങ്ങനെ കിട്ടിയെന്നോ ആർക്കും അറിയില്ല. ടോമി ദ റൂം എന്ന സിനിമ എടുത്ത കഥയാണ് ദ ഡിസാസ്റ്റർ ആർട്ടിസ്റ്റ്. ജെയിംസ് ഫ്രാങ്കോയാണ് ടോമിയായി വേഷമിട്ടിരിക്കുന്നത്. ആദ്യം ദ റൂം കണ്ട ശേഷം ദ ഡിസാസ്റ്റർ ആർട്ടിസ്റ്റ് കണ്ടാൽ ഈ സിനിമ എത്രമാത്രം അക്യുറേറ്റ് ആണെന്ന് മനസ്സിലാവും. നന്നായി എൻജോയ് ചെയ്യാനും പറ്റും. 15ാം സ്ഥാനത്തുള്ളത് ക്യാപ്റ്റൻ ഫിലിപ്സ്. ടോം ഹാങ്ക്സ് നായകനായ ചിത്രം ഒരു സർവൈവൽ ത്രില്ലറായും കണക്കാക്കാം. കെനിയയിലേക്ക് പോകുകയായിരുന്ന ഒരു ചരക്ക് കപ്പൽ ഒരു സംഘം സൊമാലിയൻ കടൽക്കൊള്ളക്കാരുടെ കയ്യിൽ അകപ്പെടുന്നു. ആ കപ്പലിന്റെ ക്യാപ്റ്റനാണ് ക്യാപ്റ്റൻ ഫിലിപ്സ്. പിന്നീട് കപ്പൽ പൂർണ്ണമായും അവരുടെ കൺട്രോളിലാകുന്നു. ശേഷം അദ്ദേഹം കൊള്ളക്കാരുടെ കയ്യിൽ നിന്ന് സ്വയം രക്ഷപ്പെടാനും തന്റെ കൂടെയുള്ളവരെ രക്ഷപ്പെടുത്താനും ശ്രമിക്കുന്നതാണ് കഥ. ഒരു ബയോപിക് ആണെങ്കിലും നല്ല ത്രിൽ മൂഡിലാണ് സിനിമ എടുത്തിരിക്കുന്നത്. സിനിമ പൂർണ്ണമായും കപ്പലിൽ തന്നെയാണെന്ന് പറയാം. ടോം ഹാങ്ക്സിനെ കാഴ്ചക്കാരനാക്കുന്ന അഭിനയം ഞാൻ ഈ സിനിമയിലെ വില്ലനിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. തന്റെ ആദ്യ സിനിമയിൽ ഇത്രയും പവർഫുള്ളായ പെർഫോമൻസ് കാഴ്ചവെച്ച ബർഖാദ് അബ്ദി അങ്ങേയറ്റം പ്രശംസ അർഹിക്കുന്നു. സർവൈവൽ ത്രില്ലറുകൾ ഇഷ്ടമുള്ളവർക്ക് സിനിമ ഒരു നല്ല അനുഭവമാവും. 14ാം സ്ഥാനത്തുള്ളത് ക്രിസ്റ്റഫർ മെക്കാൻഡസ് എന്ന യുവാവിന്റെ കഥ പറയുന്ന ഇൻടു ദ വൈൽഡ്. യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഗ്രാജുവേറ്റ് ആയ ശേഷം തന്റെ കുടുംബത്തെയും സ്വത്തുക്കളെയും ഉപയോഗിച്ച് ക്രിസ്റ്റഫർ അലാസ്കയിലേക്ക് ഹിച്ച് ഹൈക്ക് ചെയ്യുന്നു. ലക്ഷ്യം ഈ യാന്ത്രിക ലോകത്ത് നിന്ന് മാറി നടക്കാനും കാടിനോട് ചേർന്ന് ജീവിക്കാനും. ക്രിസ്റ്റഫറിന്റെ അലാസ്കയിലേക്കുള്ള യാത്രയിൽ വെച്ച് കാണുന്ന പല വ്യക്തികളും അയാളുടെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ എങ്ങനെ മാറ്റുന്നു എന്നതും ശേഷം കാട്ടിലെ തനിച്ചുള്ള ജീവിതവുമാണ് കഥ. ഈ വർഷം ജൂണിൽ ക്രിസ്റ്റഫർ ജീവിച്ച കാട്ടിലെ ബസ് അവിടെ നിന്ന് മറ്റൊരു സേഫ് ലൊക്കേഷനിലേക്ക് മാറ്റി. ലോകമെമ്പാടും ഒരുപാട് കൾട്ട് ഫോളോവേഴ്സുള്ള സിനിമയാണ് ഇൻടു ദ വേൾഡ്. സിനിമ അവസാനം നൽകുന്ന മെസ്സേജ് എല്ലാവർക്കും ഒരു തിരിച്ചറിവാണ്. 13ാമതുള്ളത് ദ പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ്. കയ്യിലുള്ള പണമെല്ലാം ബിസിനസ് നഷ്ടമായതുകൊണ്ട് ഭാര്യ ഉപേക്ഷിച്ചു പോയി. ഉറങ്ങാൻ ഒരു മുറി പോലും സ്വന്തമായി ഇല്ലാതെ തന്റെ മകനെയും കൊണ്ട് ജീവിക്കാൻ കഷ്ടപ്പെടുന്ന ഒരു അച്ഛന്റെ കഥയാണിത്. സിനിമയിൽ ഉടനീളം ക്രിസ് ഗാർഡനർ എന്ന മനുഷ്യൻ നേരിടുന്ന വെല്ലുവിളികൾ അയാൾ എങ്ങനെ തരണം ചെയ്യുന്നു എന്ന് റിയാലിറ്റിയോട് ഏറ്റവും ചേർന്ന രീതിയിലാണ് നമുക്ക് മുന്നിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. ഒരു ജോലി നേടുക എന്നത് പലർക്കും ചെറിയ കാര്യമാവാം, എന്നാൽ മറ്റു ചിലർക്ക് ജീവിതത്തിൽ വലിയ അച്ചീവ്മെന്റ് ആണ്. ക്രിസ് ഗാർഡനറെ അവതരിപ്പിച്ച വിൽ സ്മിത്തിന്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനം നിങ്ങൾക്ക് ഈ സിനിമയിൽ കാണാം. ഒരു പെർഫെക്റ്റ് മോട്ടിവേഷൻ മൂവി എന്ന രീതിയിൽ ഈ സിനിമ വളരെ പ്രശസ്തമാണ്. 12ാമതുള്ളത് ഹാക്സോ റിഡ്ജ്. 2ാം ലോക മഹായുദ്ധത്തിലെ ഒരു പട്ടാളക്കാരന്റെ കഥ പറയുന്ന സിനിമയാണ് ഹാക്സോ റിഡ്ജ്. ഡെസ്മണ്ട് ഡോസ് ചെറുപ്പം മുതൽ ആരെയും ഉപദ്രവിക്കരുത് എന്ന് പഠിച്ചു വളർന്ന പയ്യനാണ്. എന്നാൽ അവൻ പട്ടാളത്തിൽ ചേരാനും രാജ്യത്തെ സേവിക്കാനും തീരുമാനിക്കുന്നു. എന്നാൽ അവന്റെ ആദർശങ്ങൾ ഒരു പട്ടാളക്കാരനെ ചേർന്നതായിരുന്നില്ല. ഒരിക്കലും ആയുധം കയ്യിലെടുക്കില്ല എന്നായിരുന്നു അവന്റെ തീരുമാനം. തോക്ക് തൊടാത്ത പട്ടാളക്കാരനോ എന്ന് പറഞ്ഞ് അവനെ സീനിയർ ഓഫീസർമാരും കൂട്ടുകാരും അടക്കം എല്ലാവരും അകറ്റി നിർത്തി.
ഡെസ്മണ്ടിന് തന്റെ ആദർശം മുറുകെ പിടിച്ച് യുദ്ധത്തെ അതിജീവിക്കാനാവുമോ എന്നതാണ് തുടർന്നുള്ള കഥ. ആൻഡ്രൂ ഗാൾഫീൽഡ് ആണ് ഡെസ്മണ്ട് ഡോസിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. യുദ്ധത്തിന്റെ തീവ്രത എല്ലാ അർത്ഥത്തിലും സിനിമ നിങ്ങളിൽ എത്തിക്കും. തീർച്ചയായും ഓർക്കപ്പെടേണ്ട ഒരു വ്യക്തിത്വം തന്നെയാണ് ഡെസ്മണ്ട്. അദ്ദേഹത്തിന്റെ ഹീറോയിസം എല്ലാവരും അറിയേണ്ടതുമാണ്. 11ാം സ്ഥാനത്തുള്ളത് ലിയനാർഡോ ഡികാപ്രിയോ, ടോം ഹാങ്ക്സ് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായ ക്യാച്ച് മീ ഇഫ് യു ക്യാൻ. ഫ്രാങ്ക് അബഗ്നെയിൽ എന്നൊരു പയ്യൻ തന്റെ മാതാപിതാക്കൾ ഡൈവേഴ്സ് ആയ ശേഷം സ്വയം പണം സമ്പാദിക്കാൻ തീരുമാനിക്കുന്നു. അതിന് തിരഞ്ഞെടുത്ത വഴികൾ എല്ലാം കള്ളത്തരമായിരുന്നു. പൈലറ്റ്, ഡോക്ടർ, വക്കീൽ തുടങ്ങി തന്റെ കഴിവുകൊണ്ട് എല്ലാവരും വിഡ്ഢികളാക്കി മുന്നോട്ട് പോകുന്ന ഫ്രാങ്കിന്റെ പിന്നാലെ ടോം ഹാങ്ക്സ് അവതരിപ്പിച്ച FBI ഏജന്റ് കാൾ ഉണ്ട്. തുടർന്ന് ഇവർക്കിടയിൽ നടക്കുന്ന കാറ്റ് ആൻഡ് മൗസ് ഗെയിമാണ് സിനിമയുടെ കഥ. സ്റ്റീവൻ സ്പീൽബർഗ് സംവിധാനം ചെയ്ത സിനിമ ഒരേ സമയം ത്രില്ലർ പോലെയും അതേസമയം കോമഡി മൂഡിലുമാണ് പോകുന്നത്. ഫ്രാങ്ക് എങ്ങനെ ഇത്രയും ആളുകളെ പറ്റിച്ചു എന്ന് സ്വാഭാവികമായും തോന്നാം. എന്നാൽ ഈ കഥ സിനിമയിൽ അങ്ങേയറ്റം കൃത്യതയോടെ എന്നാൽ ആവശ്യത്തിന് സിനിമാറ്റിക് എലമെന്റ്സും ചേർത്ത് പറയുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുന്നു. ഫൺ മൂഡിൽ കാണാൻ പറ്റിയൊരു നല്ല സിനിമയാണിത്. 10ാം സ്ഥാനത്തുള്ളത് ദി ഇമിറ്റേഷൻ ഗെയിം. അലൻ ട്യൂറിംഗ് എന്ന ബ്രിട്ടീഷ് മാത്തമാറ്റീഷ്യന്റെ കഥയാണ് ദി ഇമിറ്റേഷൻ ഗെയിം. 2ാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മനിയുടെ രഹസ്യ കോഡ് ഡീകോഡ് ചെയ്യാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് തിരഞ്ഞെടുത്തവരിൽ ഒരാളായിരുന്നു അലൻ ട്യൂറിംഗ്. അദ്ദേഹത്തിന്റെ ഈ കാലഘട്ടമാണ് സിനിമയുടെ കഥ. 2ാം ലോക മഹായുദ്ധം അവസാനിപ്പിക്കുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് സിനിമ കണ്ടാൽ ശരിക്കും ബോധ്യമാവും. മാത്രമല്ല എന്തുകൊണ്ടാണ് അദ്ദേഹം അധികം അറിയപ്പെടാതെ പോയത് എന്നും സിനിമ കണ്ടാൽ മനസ്സിലാവും. ബെനഡിക്ട് കംബർബാച്ച് ആണ് സിനിമയിൽ അലൻ ട്യൂറിംഗിനെ അവിസ്മരണീയമാക്കിയത്. ഇപ്പോൾ അലൻ ട്യൂറിംഗ് തിയറട്ടിക്കൽ കമ്പ്യൂട്ടർ സയൻസിന്റെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും ഒക്കെ പിതാവായാണ് അറിയപ്പെടുന്നത്. 9ാം സ്ഥാനത്തുള്ളത് ഡലാസ് ബയേഴ്സ് ക്ലബ്. റോൺ വുഡ്രൂഫ് എന്നൊരു സൗത്ത് അമേരിക്കൻ ഒരു ഇലക്ട്രീഷ്യൻ ആണെങ്കിലും കാളപ്പോരാണ് പ്രധാന വിനോദം. അങ്ങനെയിരിക്കെ അയാൾക്ക് എയ്ഡ്സ് ആണെന്ന് സ്ഥിരീകരിക്കുന്നു. ഡോക്ടർ പറഞ്ഞത് ഇനി ജീവിക്കാൻ 30 ദിവസം മാത്രം. ഫുൾ ടൈം മദ്യവും മയക്കുമരുന്നുമായി നടക്കുന്ന റോൺ മരണം നീട്ടിക്കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു മരുന്നുണ്ടെന്ന് കണ്ടുപിടിക്കുന്നു. എന്നാൽ ആ മരുന്ന് അമേരിക്കയിൽ നിരോധിച്ചതാണ്. അങ്ങനെ റോൺ അത് അമേരിക്കയിലേക്ക് കടത്താൻ ശ്രമിക്കുന്നു. എന്നിട്ട് അത് ആവശ്യക്കാർക്ക് വിൽക്കാനും. അതിനുള്ള ശ്രമങ്ങളാണ് തുടർന്നുള്ള കഥ. മാത്യു മക്യോനഹെ എന്ന നടന്റെ അഭിനയം കാണാൻ വേണ്ടി മാത്രം വേണമെങ്കിൽ ഈ സിനിമ കാണാം. സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം നടത്തിയ ട്രാൻസ്ഫോർമേഷൻ കണ്ടാൽ ഞെട്ടിപ്പോവും. ഈ റോളിന് അദ്ദേഹത്തിന് ഓസ്കാർ ലഭിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. 8ാം സ്ഥാനത്തുള്ള സിനിമയാണ് ഫോർഡ് വേഴ്സസ് ഫെറാറി. നല്ലൊരു ബയോപിക് എന്നതിനൊപ്പം തന്നെ നല്ലൊരു സ്പോർട്സ് ഡ്രാമ എന്നും ഈ സിനിമയെ വിളിക്കാം. റേസിംഗ് കാർ ഡിസൈനർ കാരോൾ ഷെൽബിയും റേസ് കാർ ഡ്രൈവർ കെൻ മൈൽസും ചേർന്ന് ഫോർഡിന് ഒരു കാർ ഡിസൈൻ ചെയ്യുന്നതും അതിനെ ലെമാൻസ് എന്ന 24 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന റേസിൽ പങ്കെടുപ്പിക്കുന്നതുമാണ് കഥ. ഇവരുടെ പ്രധാന എതിരാളിയാണ് ഫെറാറി. അന്ന് ഫോർഡ് സാധാരണക്കാരുടെ കാർ ഉണ്ടാക്കുന്ന കമ്പനിയും ഫെറാറി സൂപ്പർ കാറുകൾ ഉണ്ടാക്കുന്ന കമ്പനിയും എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഇതിനൊരു മാറ്റം വരുത്താൻ ഇവർ രണ്ടുപേരും തീരുമാനിക്കുന്നു. അവസാന നിമിഷം വരെ സിനിമ നമ്മളെ ത്രില്ലടിപ്പിക്കും. കാരോൾ ഷെൽബിയായി മാറ്റ് ഡേമനും കെൻ മൈൽസായി ക്രിസ്ത്യൻ ബേലും വേഷമിട്ടിരിക്കുന്നു. ഇവരുടെ കോമ്പിനേഷൻ സീനുകളും അവസാന റേസിംഗ് സീനുകളുമാണ് സിനിമയുടെ ഹൈലൈറ്റ്. അത്യാവശ്യം വണ്ടിപ്രേമമുള്ളവർക്ക് നല്ലൊരു അനുഭവമാവും. 7ാം സ്ഥാനത്തുള്ളത് 12 Years a Slave. 1800-ൽ നടക്കുന്ന കഥ സ്ലേവറിയുടെ നീചമായ കാലഘട്ടത്തെ വരച്ചു കാട്ടുന്നു. ന്യൂയോർക്കിൽ ജീവിക്കുന്ന സോളമൻ എന്നൊരു ഫ്രീ ആഫ്രിക്കൻ അമേരിക്കനെ 2 പേർ ചേർന്ന് തട്ടിക്കൊണ്ടു പോവുകയും അയാളെ അടിമയാക്കി വിൽക്കുകയും ചെയ്യുന്നു. താൻ ഒരു ഫ്രീ മാൻ ആണെന്ന് പറഞ്ഞിട്ടും ആരും വിശ്വസിക്കുന്നില്ല. തുടർന്നുള്ള അയാളുടെ കഠിനമായ ജീവിതമാണ് സിനിമയിലെ കഥ. സോളമൻ പിന്നീട് നേരിട്ട യാതനകൾ മിക്കപ്പോഴും കാണാൻ തന്നെ ബുദ്ധിമുട്ടാണ്. തന്റെ ഭാര്യയുടെയും മക്കളുടെയും അടുത്തേക്ക് പോകാനുള്ള ശ്രമങ്ങളാണ് അയാളെ ഓരോ ദിവസവും മുന്നോട്ട് നയിക്കുന്നത്. ബ്രാഡ് പിറ്റ്, ബെനഡിക്ട് കംബർബാച്ച് തുടങ്ങി നല്ലൊരു താരനിര സിനിമയ്ക്കുണ്ട്. സിനിമ 2013-ലെ മികച്ച സിനിമയ്ക്കുള്ള ഓസ്കാർ നേടി. 6ാം സ്ഥാനത്തുള്ളത് ഗ്രീൻ ബുക്ക്. അമേരിക്കയിൽ കടുത്ത റേസിസം നിലനിന്നിരുന്ന കാലത്ത് ഒരു കറുത്തവർഗ്ഗക്കാരനായ ഡോൺ ഷെർലി എന്ന പിയാനിസ്റ്റ് ഒരു അമേരിക്കൻ ടൂർ പോകാൻ തീരുമാനിക്കുന്നു. അതിന് അയാൾ ഒരു ഡ്രൈവറായും സഹായിയായും തിരഞ്ഞെടുക്കുന്നത് ടോണി ലിപ്പ് എന്നൊരു ഇറ്റാലിയൻ ബൗൺസറെയാണ്. ടോണി ആണെങ്കിൽ ഒരു റേസിസ്റ്റും. ഇവരുടെ തുടർന്നുള്ള യാത്രയും ഇവർക്കിടയിലെ വ്യത്യാസങ്ങൾ മറികടന്ന് ഇവരുടെ ടൂർ പൂർത്തിയാക്കാനുള്ള ശ്രമവുമാണ് സിനിമയിൽ. ഒരു കറുത്തവർഗ്ഗക്കാരന് കീഴിൽ ജോലി ചെയ്യുന്നതിലെ അമർഷം കടിച്ചമർത്തി ടോണിയും സമൂഹം മൊത്തം തനിക്കെതിരെ കാണിക്കുന്ന റേസിസം അവഗണിച്ച് ഡോൺ ഷെർലിയും മുന്നോട്ട് പോകുന്നു. മികച്ച സിനിമയ്ക്കുള്ള ഓസ്കാറും മികച്ച സഹനടനുള്ള ഓസ്കാറും നേടിയ ചിത്രം നല്ലൊരു ഫീൽ ഗുഡ് സിനിമ കൂടിയാണ്. 5ാം സ്ഥാനത്തുള്ളത് മാർട്ടിൻ സ്കോർസേസി സംവിധാനം ചെയ്ത് റോബർട്ട് ഡിനീറോ നായകനായ റേജിംഗ് ബുൾ. ജെയ്ക്ക് ലമാറ്റ എന്നൊരു ബോക്സറുടെ ജീവിത കഥയാണ് റേജിംഗ് ബുൾ. നിക്നെയിം പോലെ തന്നെ വളരെ ദേഷ്യവും ഈഗോയും നിറഞ്ഞ ആളാണ് ജെയ്ക്ക്. തന്റെ എതിരാളികളെ നിഷ്കരണം നേരിട്ട ജെയ്ക്ക് അതേപോലെ തന്നെയാണ് തന്റെ പേഴ്സണൽ ജീവിതവും നേരിട്ടത്. അതിനാൽ അദ്ദേഹം നേരിടുന്ന പ്രശ്നങ്ങളാണ് സിനിമയുടെ കഥ. സിനിമ ഇറങ്ങിയ സമയത്തൊരു വൻ വിജയമായില്ലെങ്കിലും മാർട്ടിൻ സ്കോർസേസിയുടെ മാഗ്നം ഓപ്പസ് എന്നാണ് റേജിംഗ് ബുൾ അറിയപ്പെടുന്നത്. ഇതിലെ വയലൻസ് രംഗങ്ങൾ അന്ന് വളരെ ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടു. എഡിറ്റിംഗ് കൊണ്ടൊരു വിസ്മയം തീർത്ത ചിത്രം നമ്മളെയും ആ റിംഗിലേക്ക് കൊണ്ടുപോകും. സിനിമയിലെ എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസിന് റോബർട്ട് ഡിനീറോയ്ക്ക് മികച്ച നടനുള്ള ഓസ്കാർ ലഭിച്ചു. 4ാം സ്ഥാനത്തുള്ളത് ബൊഹീമിയൻ റാപ്സോഡി. ഈ പാട്ട് കേൾക്കാത്തവർ കുറവായിരിക്കും. ബ്രിട്ടീഷ് റോക്ക് ബാൻഡായ ക്വീൻ ക്രിയേറ്റ് ചെയ്ത പാട്ടാണിത്. ഈ പാട്ട് പാടിയ ഇവരുടെ ലീഡ് സിംഗർ ഫ്രെഡി മെർക്യൂറിയുടെയും ക്വീൻ എന്ന ബാൻഡിന്റെയും കഥയാണ് ബൊഹീമിയൻ റാപ്സോഡി. ഒരു ഇന്ത്യൻ വംശജനായ യുവാവ് തന്റെ അസാമാന്യ ശബ്ദം കൊണ്ട് ഒരു ബാൻഡിനെ ഇംപ്രസ് ചെയ്യുകയും അവരുടെ ലീഡ് സിംഗർ ആവുകയും ചെയ്യുന്നു.
പിന്നെ അങ്ങോട്ട് ഫ്രെഡിയുടെയും ക്യൂവിൻ്റെയും കാലമായിരുന്നു. എന്നാൽ ഫ്രെഡിയുടെ അത്ര സുഖകരമല്ലാത്ത പേഴ്സണൽ ലൈഫും സിനിമയിൽ പ്രധാന വിഷയമാണ്. ഒറിജിനലിനോട് നീതി പുലർത്തുന്ന കാര്യത്തിൽ സിനിമയ്ക്ക് 100 മാർക്കാണ്. പലപ്പോഴും റമി മാലിക് ശരിക്കും ഫ്രെഡി മെർക്കുറി ആണെന്ന് വരെ തോന്നിപ്പോവും. അതിനാൽ തന്നെ അദ്ദേഹം അനായാസം ഓസ്കാർ കൈക്കലാക്കി. സിനിമയിലെ അവസാന രംഗങ്ങൾ സിനിമാറ്റിക് എക്സ്പീരിയൻസിന്റെ പൂർണ്ണതയാണ്, മിസ് ചെയ്യരുത്. 3-ാം സ്ഥാനത്തുള്ളത് ഡിക്കാപ്രിയോ നായകനായ ദ വുൾഫ് ഓഫ് വാൾ സ്ട്രീറ്റ്. മാർട്ടിൻ സ്കോർസേസി സംവിധാനം ചെയ്ത ചിത്രം സ്ഥിരം ബയോപിക്കുകളുടെ ഡ്രാമ സ്റ്റോറി ടെല്ലിംഗിൽ നിന്ന് മാറി കുറച്ചുകൂടി എന്റർടൈനിങ് ആയിരുന്നു. ജോർഡൻ ബെൽഫോർട്ട് എന്ന ന്യൂയോർക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ബ്രോക്കർ തന്റെ കസ്റ്റമേഴ്സിനെ വഞ്ചിച്ച് കോടീശ്വരനാവുന്നതും തുടർന്ന് നേരിടുന്ന പ്രശ്നങ്ങളുമാണ് കഥ. പണക്കാരുടേതായ എല്ലാ ചാബല്യങ്ങളും ഒരു മടിയുമില്ലാതെ കാണിക്കുന്ന സിനിമ ഒരു കുറ്റവാളിയെ മഹത്വൽക്കരിച്ചു എന്ന പേരിൽ പലരും കുറ്റപ്പെടുത്തി. എന്നാൽ താൻ ചെയ്തതിന്റെ ചെറിയ ഭാഗം മാത്രമേ സിനിമ കാണിച്ചിട്ടുള്ളൂ എന്നാണ് യഥാർത്ഥ ജോർഡൻ ബെൽഫോർട്ട് പറഞ്ഞത്. ജോർഡൻ തന്റെ സ്റ്റാഫിനെ മോട്ടിവേറ്റ് ചെയ്യുന്നതും സെയിൽസ് ടെക്നിക് പഠിപ്പിക്കുന്നതുമെല്ലാം നല്ല സീനുകളാണ്. അഡൾട്ട് കണ്ടന്റ് ഒരുപാടുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇത്രയും എനർജറ്റിക് ആയ ഡിക്കാപ്രിയോയുടെ പെർഫോമൻസ് മറ്റൊരു സിനിമയിലും കണ്ടിട്ടില്ല. 2-ാം സ്ഥാനത്തുള്ളത് എ ബ്യൂട്ടിഫുൾ മൈൻഡ്. റസൽ ക്രോ നായകനായ ഒരു അസാധ്യ സിനിമ. ജോൺ നാഷ് എന്നൊരു വളരെ ബ്രില്യൻ്റ് ആയ ഒരു മാത്തമാറ്റീഷ്യന്റെ കഥയാണ് എ ബ്യൂട്ടിഫുൾ മൈൻഡ് പറയുന്നത്. ജോൺ അത്ര സോഷ്യൽ അല്ലാത്ത ഒരാളാണ്. അതിനാൽ തന്നെ ജോണിന് തന്റെ കൂടെ ഉള്ളവരിൽ നിന്ന് പല മോശം അനുഭവങ്ങളും ഉണ്ടാകുന്നു. എന്നാൽ അയാളുടെ ജീനിയസ് മൈൻഡിന് മുന്നിൽ എല്ലാവരും തോൽക്കും. ഈ കഴിവ് ജോണിനെ ഒരു പ്രത്യേക മിഷനിൽ എത്തിക്കുന്നതും അത് അയാളുടെ ജീവിതത്തിന്റെ പല മേഖലകളെ എങ്ങനെ ബാധിക്കുന്നു എന്നും അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ ആൻഡ് ലവ് ലൈഫും ഒക്കെയാണ് തുടർന്നുള്ള കഥ. ഈ സിനിമയ്ക്ക് മികച്ച സിനിമയ്ക്കുള്ള ഓസ്കാർ ലഭിച്ചപ്പോൾ റസൽ ക്രോയ്ക്ക് മികച്ച നടനുള്ള ഓസ്കാർ നഷ്ടമായി. എന്നാൽ അത് അദ്ദേഹം അർഹിച്ചിരുന്നു എന്ന് സിനിമ കണ്ടാൽ നമുക്ക് നിസ്സംശയം പറയാനാകും. പേര് പോലെ തന്നെ മനോഹരമായ ഒരു സിനിമയാണിത്. ഇനി ആദ്യം പറഞ്ഞ ബോണസ് സിനിമകൾ. കൂടുതൽ എക്സ്പ്ലനേഷൻ ആവശ്യമില്ലാത്ത സിനിമകളെയാണ് ബോണസ് സിനിമകളായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദ തിയറി ഓഫ് എവറിത്തിങ്. സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ ജീവിതത്തിലെ പ്രണയവും അദ്ദേഹത്തിന്റെ അസുഖത്തെ അവർ നേരിട്ടതിന്റെയും കഥ. ഗാന്ധി, ഇന്ത്യൻ രാഷ്ട്രപിതാവിന്റെയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെയും നാൾവഴികൾ. അലി, ബോക്സിംഗ് ഇതിഹാസം മുഹമ്മദ് അലിയുടെ ജീവിതകഥ. ഫസ്റ്റ് മാൻ, നീൽ ആംസ്ട്രോങ് ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയതിന്റെ ദൃശ്യാവിഷ്കാരം. പെലെ, ബർത്ത് ഓഫ് എ ലെജൻഡ്. ബ്രസീൽ ഫുട്ബോൾ ഇതിഹാസം പെലെയുടെ ജീവിതകഥ. ലിങ്കൺ, അമേരിക്കൻ പ്രസിഡന്റ് അബ്രഹാം ലിങ്കൺ അമേരിക്കയിൽ അടിമത്തം അവസാനിപ്പിച്ചതിന്റെ കഥ. സള്ളി, മിറാക്കിൾ ഓൺ ദ ഹഡ്സൺ. ചെസ്ലി സള്ളംബർഗ് എന്ന പൈലറ്റ് തന്റെ കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റ് ഒരു അപകടത്തെ തുടർന്ന് ഹഡ്സൺ നദിയിൽ ഇറക്കുന്നതും തുടർന്നുള്ള അന്വേഷണം നേരിടുന്നതുമാണ് കഥ. മിൽക്ക്, കാലിഫോർണിയയിലെ പബ്ലിക് ഇലക്ഷൻ ജയിക്കുന്ന ആദ്യത്തെ ഓപ്പൺലി ഗേ വ്യക്തിയായ ഹാർവി മിൽക്ക് ഈ നേട്ടം കൈവരിക്കുന്നതിന്റെ കഥ. സോഷ്യൽ നെറ്റ്വർക്ക്. ഡേവിഡ് ഫിഞ്ചർ സംവിധാനം ചെയ്ത ചിത്രം. ഫേസ്ബുക്ക് ഫൗണ്ടർ മാർക്ക് സക്കർബർഗ് ഫേസ്ബുക്ക് കണ്ടുപിടിക്കുന്നതും അതിനെ തുടർന്ന് അദ്ദേഹം നേരിടുന്ന ലോസ്യൂട്ടിന്റെയും കഥയാണ്. സ്റ്റീവ് ജോബ്സ്. ആപ്പിൾ കോ ഫൗണ്ടർ സ്റ്റീവ് ജോബ്സ് തന്റെ പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും പ്രശ്നങ്ങൾ നേരിട്ട ഒരു 14 വർഷത്തെ കാലഘട്ടമാണ് സിനിമ. 1-ാം സ്ഥാനത്തുള്ളത് ഷിൻലേഴ്സ് ലിസ്റ്റ്. സ്റ്റീവൻ സ്പിൽബർഗിന്റെ ഒരു മാസ്റ്റർ പീസ്. ഓരോ വ്യക്തിയും നിർബന്ധമായും കണ്ടിരിക്കേണ്ട സിനിമ. 2-ാം ലോക മഹായുദ്ധത്തിലെ വംശഹത്യ ഇത്രയും ശക്തമായി കാണിച്ച് വേറൊരു സിനിമയുണ്ടാവില്ല. ഓസ്കാർ ഷിൻലർ എന്നൊരു ഇൻഡസ്ട്രിയലിസ്റ്റ് തന്റെ ഫാക്ടറിയിലെ ജൂതന്മാരായ ജോലിക്കാരെ ഹിറ്റ്ലറിന്റെ നാസി ആർമിയിൽ നിന്ന് രക്ഷിക്കാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് സിനിമയുടെ കഥ. ഒരു പക്ഷേ സ്പീൽബർഗ് ഈ സിനിമ എടുത്തില്ലായിരുന്നെങ്കിൽ ഇന്ന് ലോകം ഓസ്കാർ ഷിൻലറിനെ മറന്നുപോയേനെ. പ്രശസ്തരായ വ്യക്തികളുടെ ജീവിതത്തേക്കാൾ പ്രാധാന്യം നൽകേണ്ടത് അറിയപ്പെടാതെ പോകുന്ന ഇതുപോലുള്ള ആളുകളുടെ കഥകൾക്കാണ്. അതിനാലാണ് ഈ സിനിമ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. മനുഷ്യത്വം എന്ന വാക്കിന്റെ യഥാർത്ഥ അർത്ഥം കാണിച്ചു തന്ന മനുഷ്യനാണ് ഓസ്കാർ ഷിൻലർ. ഒരിക്കലെങ്കിലും ഈ സിനിമ കാണുക.